ഗൈസ് വെൽക്കം ബാക്ക്. സോ നമ്മളൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമ്മൾ അതിൻ്റെ കുട്ടി കുട്ടി വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇറങ്ങാൻ വേണ്ടി ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണോ, ഒരാൾ റൂമിൽ റെഡിയാകാൻ കയറിയിട്ടുണ്ട്. കുറേ നേരം ഇതുവരെ ഇരുന്നിട്ടില്ല. സോ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ നമുക്ക് കഴിഞ്ഞാൽ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് വഴിയാണ് നമ്മൾ ഓരോരോ കാര്യങ്ങളിൽ ചേഞ്ചസ് വരുത്തുന്നത്. അപ്പം ഇന്ന് വലിയ കാര്യമായിട്ടുള്ളൊരു വീഡിയോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മളൊന്ന് പുറത്ത് പോകുന്നു, പോയി ഫുഡ് കഴിക്കണം, പിന്നെ നമുക്ക് ക്രാഫ്റ്റിൻ്റെ കുറച്ച് വർക്ക്സ് കാര്യങ്ങൾ അങ്ങനത്തെ ചെറിയ ചെറിയ വർക്കുകളേ ഉള്ളൂ. എന്നാലും പോയിട്ട് വരാം. ഓക്കെ, കം ലെറ്റ്സ് ഗോ. A few moments later. ഞാൻ വീണ്ടും വന്നു. കം ലെറ്റ്സ് ഗോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വീഡിയോ നിർത്തിയെങ്കിലും ഇതുവരെ ആൾ വന്നിട്ടില്ല ഗൈസ്. ഒരു 10-15 മിനിറ്റായി ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബട്ട് ഫെയ്റ്റ് അല്ലാണ്ട് എന്താ, പുള്ളിക്കാരി കല്യാണത്തിന് പോകുന്ന മാതിരി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ വന്നു കഴിയുമ്പോൾ കാണിക്കാം അവളുടെ ഒരുക്കം എങ്ങനെ ഉണ്ടായിരുന്നു. കല്യാണത്തിന് പോകുന്ന മാതിരിയാണ്. എന്താണ് ഇത്ര നേരം കൊണ്ട് പുള്ളിക്കാരി ഒരുങ്ങിയെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ. വെയിറ്റ് ചെയ്യാം. ഇനി സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പോകാൻ പോവാണ്. സുന്ദരിയായോ നീ? ഓഫ്കോഴ്സ് ഞാൻ സുന്ദരിയാണ്. ഓ പിന്നെ ഇനി കുറച്ച് തള്ളാണ് ഗൈസ്. നമ്മളപ്പോൾ ഇറങ്ങി നടക്കുകയാണ്. സോ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് ദാ നമ്മൾ രണ്ടുപേരും കൂടെ ഇറങ്ങി നടക്കുകയാണ്. നല്ല വെയിലുണ്ടായിരുന്നു, ശരിക്കും മടുത്തുമായിരുന്നു കേട്ടോ. കുറച്ച് ദൂരം നടക്കാനുള്ളെങ്കിലും നല്ല മടുത്തിട്ടുണ്ടായിരുന്നു. അമ്മാതിരി വെയിലായിരുന്നു. അപ്പോൾ നേരെ ഇതാ അടുത്ത് കണ്ടൊരു കടയിൽ എന്നെ കയറി. നമ്മൾ വേറെ കടയൊക്കെ ഉദ്ദേശിച്ചാണ് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇറങ്ങിയത്. ബട്ട് വെയിലിൻ്റെ ആഘാതം കാരണം നമ്മളിതാ അടുത്ത് കണ്ടൊരു കടയിൽ കയറിയിട്ട് 2 ബിരിയാണി പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ കൂടെ നല്ല അടിപൊളി ചട്നിയും അച്ചാറും സാലഡും ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുള്ള ബിരിയാണി നമ്മൾ കഴിച്ചു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ബിരിയാണി കഴിക്കുന്നത്. കാരണം നല്ല മൈൽഡായിട്ടുള്ള ഫ്ലേവറിലുള്ള മസാലയും വെൽ കുക്ക്ഡായിട്ട് ചിക്കനും റൈസും ഒക്കെ കൂട്ടി കഴിക്കുന്നത് സൂപ്പർബായിരുന്നു കേട്ടോ. എനിവേ അവളുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുമാത്രം അടിപൊളിയായിരുന്നു ഫുഡ് എന്നുള്ളത്. അങ്ങനെ ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ച് അവശയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് നമുക്കിനി കുറച്ച് ഷോപ്പിങ്ങും ക്രാഫ്റ്റ് വർക്കിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഷോപ്പിൻ്റെ ഉള്ളിൽ ഡൈനിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കും ടൗൺ ഹാൾ ഏരിയയിൽ വരുമ്പോൾ വിശക്കുന്നുണ്ടെങ്കിൽ വന്ന് ഫുഡ് കഴിച്ച് പോകാൻ പറ്റിയൊരു നൈസ് ഒരു ഷോപ്പാണ് റിച്ചൂസ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിതാ പയ്യെ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. സോ നമുക്ക് ഓട്ടോയ്ക്ക് പോകാനുള്ള ദൂരം ഉണ്ട്. ബട്ട് നമ്മൾ വിചാരിച്ചു ബിരിയാണിയൊക്കെ കഴിച്ച് ഹെവി അടിച്ചതല്ലേ, സോ നമുക്ക് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. സോ നമ്മൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്തെങ്കിലും ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ടെയിൽസ് ഓഫ് ആൽഫ് ഇൻസ്റ്റഗ്രാം പേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ രീതിയിലുള്ള ക്രാഫ്റ്റ് വർക്ക്സും നമ്മൾ ചെയ്യുന്നുണ്ട്. ആംബേഴ്സ് ആയിക്കോട്ടെ, ഫ്രെയിംസ് ആയിക്കോട്ടെ, നിക്ക ദുപ്പട്ട അങ്ങനത്തെ എല്ലാ ഐറ്റംസും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിന് വേണ്ടുന്ന കുറച്ച് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രിൻറ്റ് ഷോപ്പിൽ വന്നിരിക്കുകയാണ്. അവിടെ കുറച്ച് ലാഗായി. എനിവേ അവിടെ നിന്ന് പ്രിൻ്റൊക്കെ എടുത്തിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.